മുകളിൽ കാണുന്ന ആളാണ് പ്രസാദ്. മലയാളിയാണ്. ലോകത്തിൽ ആദ്യമായി പൊട്ടാസ്യം സയനൈഡിൻ്റെ രുചി ലോകത്തെ അറിയിച്ചൊരു മലയാളി. പക്ഷേ ആളുടെ ജീവിതം അത്ര സുഖകരമല്ല. പ്രസാദ് തൻ്റെ തുടക്കത്തിൽ ഒരു ജ്വല്ലറിയിലെ പണിക്കാരനായിരുന്നു. അങ്ങനെ എല്ലാ യുവാക്കളെയും പോലെ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുക എന്ന ആഗ്രഹത്തിൽ തൻ്റെ കയ്യിലുള്ളതെല്ലാം സ്വരൂപിച്ചും കടം വാങ്ങിയും 25 ലക്ഷം രൂപ കൊണ്ട് പാലക്കാട് ഒരു ജ്വല്ലറി തുടങ്ങി. അത്ര വലിയ മോശമില്ലാത്ത രീതിയിൽ കഥ മുന്നോട്ട് പോവുകയാണ്. ജീവിതം ഒന്ന് ക്ലച്ച് പിടിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് പ്രസാദിൻ്റെ ജീവിതത്തിലേക്ക് ആ കറുത്ത ദിനം വന്നത്. 2 ഉത്തരേന്ത്യൻ സഹോദരങ്ങൾ സ്വർണം വിൽക്കാൻ വന്നു. കച്ചവടം നടന്നു, അവർ തിരിച്ചുപോയി. പക്ഷേ ഏറെ വൈകിയാണ് പ്രസാദിന് തൻ്റെ അമ്മളി മനസ്സിലായത്. കാരണം അവർ തൻ്റെ ജ്വല്ലറിയിൽ വിറ്റത് മുക്കുവണ്ടമായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം പ്രസാദ് ആകെ തളർന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായി, മാനസികമായി തളർന്നു. എങ്ങനെയും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ചിന്തയിൽ തൻ്റെ ജീവിതം ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ലോഡ്ജ് ബുക്ക് ചെയ്തു. അവിടെ വെച്ച് മദ്യത്തിൽ സയനൈഡ് കലർത്തി മരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതിക്കൊണ്ടിരുന്നു. ഈ എഴുതുന്ന സമയത്ത് തന്നെ സയനൈഡ് തൻ്റെ പെന്നുകൊണ്ട് മദ്യത്തിൽ കലക്കി. പക്ഷേ ശരിക്കും അത് പൂർണ്ണമായി കലങ്ങിയിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ പെന്നിൻ്റെ പിറകുവശം കടിക്കുന്ന ദുസ്വഭാവം പ്രസാദിനുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതാൻ തുടങ്ങി. 3 പേജുകളായിരുന്നു. ആദ്യത്തെ 2 പേജിൽ തനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളും എങ്ങനെയാണ് ഈ തീരുമാനത്തിലെത്തിയെന്നൊരു കഥയായിരുന്നു. അങ്ങനെ അബദ്ധവശാൽ പെന്നിൻ്റെ പിറകുവശം കടിക്കുന്നു. തൻ്റെ നാവിൽ ചെറിയൊരളവിൽ മാത്രം സയനൈഡ് പതിക്കുന്നു. അങ്ങനെയാണ് സയനൈഡിൻ്റെ രുചി ആൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ 3-ാമത്തെ പേജിൽ തൻ്റെ അനുഭവം എഴുതാൻ തുടങ്ങി. ഡോക്ടേഴ്സ്, അങ്ങനെയായിരുന്നു തുടക്കം. ഞാൻ അബദ്ധവശാൽ സയനൈഡ് കഴിച്ചു. ഞാൻ അതിൻ്റെ രുചി മനസ്സിലാക്കുന്നു. തുടക്കം തന്നെ വായ മൊത്തം പൊള്ളലാണ്, ഭയങ്കര ഹാർഡാണ്, ചവർപ്പ് രുചിയാണ്. ഡോക്ടേഴ്സ് പറയുന്നത് ചെറിയൊരളവിൽ മാത്രമാണ് തൻ്റെ നാവിൽ പതിച്ചത്. അതുകൊണ്ട് മാത്രമാണ് 3-4 വാക്കുകൾ എഴുതാൻ തന്നെ പറ്റിയത്. കാരണം സയനൈഡാണ്. ഏതൊരു മനുഷ്യനെയും പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്ന ഒരു വിഷം. താൻ മരിക്കുന്ന സമയത്ത് പോലും ഈ പൊട്ടാസ്യത്തിൻ്റെ രുചി ലോകത്തെ അറിയിക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. വാർത്ത വളരെയധികം ചൂടുപിടിച്ചു, ചർച്ചയായി. അങ്ങനെ ലോകത്ത് ആദ്യമായി സയനൈഡിൻ്റെ രുചി അറിയിച്ച മലയാളിയായി മാറി. ബെഞ്ചമിൻ ലെബറ്റിൻ എന്ന എഴുത്തുകാരൻ വഴിയാണ് പ്രസാദ് കൂടുതൽ ലോകം മൊത്തം അറിഞ്ഞത്. തൻ്റെ പുസ്തകത്തിൽ പ്രസാദിൻ്റെ അനുഭവങ്ങളും പേരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.